നമസ്കാരം. शुभेंदुदा हमारे नंदीग्राम से लड़ना चाहते थे. मैंने शुभेंदुदा को कहा था कि सिर्फ नंदीग्राम नहीं, ममता के घर में जाकर उसको हराना है. ഇത്തവണ ഇന്ത്യയിൽ നടന്ന 5 ഇടങ്ങളിലെ തെരഞ്ഞെടുപ്പ്, അതായത് ആസാം, ബംഗാൾ, തമിഴ്നാട്, കേരളം, പുതുശ്ശേരി എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന് അതിൻ്റെ റിസൾട്ടുകളും മറ്റും മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് താരമായി നിൽക്കുന്നത് വീണ്ടും അമിത്ഷായാണ്. കാരണം അമിത്ഷാ എന്ന ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി 15 ദിവസത്തോളമാണ് ബംഗാളിൽ ക്യാമ്പ് ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. അതിൻ്റെ ഫലം BJPക്ക് കിട്ടുകയും ചെയ്തു. 200-ന് മുകളിൽ സീറ്റുമായിട്ട് പട്ടുകൂറ്റൻ വിജയമാണ് BJP ബംഗാളിൽ കൊയ്തെടുത്തത്. അദ്ദേഹം അതിനായി നിരവധി തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരുന്നു. അതിൽ ഒന്നാണ് നിങ്ങളിപ്പോൾ കേട്ടത്. സുവേന്ദു അധികാരി എന്ന BJPയുടെ ഇപ്പോൾ ജയിച്ച MLA, അദ്ദേഹം ഒരു കാലത്ത് തൃണമൂൽ കോൺഗ്രസ്സുകാരനായിരുന്നു. മമതാ ബാനർജിയോട് തെറ്റിപ്പിരിഞ്ഞ് BJPയിലേക്ക് വന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ നന്ദിഗ്രാമിൽ മമതയോട് നേരിട്ട് മത്സരിച്ച് മമതയെ അവിടെ തോൽപ്പിച്ചതാണ്. മമത തോറ്റു കഴിഞ്ഞും മമത മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭവാനിപ്പൂരിലുള്ള അവരുടെ തന്നെ മറ്റൊരു MLA രാജിവെപ്പിച്ചിട്ട് അവിടെ പോയി മത്സരിച്ച് ജയിച്ച് മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് മമതാ ബാനർജി. അങ്ങനെ അവർ ആ സീറ്റിൽ തന്നെ തുടർന്നുകൊണ്ട് ഇത്തവണയും മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ നന്ദിഗ്രാമിൽ ജയിച്ച സുവേന്ദു അധികാരി തുടർച്ചയായിട്ട് അവിടെ തന്നെ മത്സരിക്കണം, അല്ലെങ്കിൽ അവിടെയാണ് മത്സരിക്കാൻ താല്പര്യം എന്ന രീതിയിൽ അമിത്ഷായോട് സംസാരിക്കുന്നു. അപ്പോൾ അമിത്ഷാ സുവേന്ദു അധികാരിയോട് പറയുന്നു, നന്ദിഗ്രാമിലല്ല താങ്കൾ മത്സരിക്കേണ്ടത്, മമതയുടെ വീട്ടിൽ പോയി മമത എവിടെ മത്സരിക്കുന്നോ അവിടെ പോയി അവരെ തോൽപ്പിക്കുക എന്ന് പറയുന്നു. അതിനുശേഷം നടന്നത് ചരിത്രം നമുക്കറിയാം. 15,000-ൽ പരം വോട്ടിന് മമതാ ബാനർജി തോൽക്കുന്നു. എവിടെ? മറ്റൊരു MLA രാജിവെപ്പിച്ച് അവിടെ പോയി ജയിച്ച് കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയായി തുടർന്ന മമതാ ബാനർജി ഇത്തവണ അതിൻ്റെ പിന്തുടർച്ചയായിട്ട് അവിടെ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ നന്ദിഗ്രാമിൽ MLA ആയിരുന്ന ആൾ അവിടെ മത്സരിക്കാൻ വേണ്ടി വീണ്ടും താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അവരുടെ നേതാവ് അമിത്ഷാ പറയുന്നു, താങ്കൾ ഇവിടെയല്ല മത്സരിക്കേണ്ടത്, മമത എവിടെ പോയി മത്സരിക്കുന്നോ അവിടെ പോയി മത്സരിക്കാൻ. അവിടെ പോയി മത്സരിച്ചു, മമതയെ തോൽപ്പിച്ചു. 15,000-ൽ പരം വോട്ടിന് മമതയെ തോൽപ്പിച്ചു. ഇപ്പോൾ മമതയുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിച്ചിത്രത്താഴിലെ പപ്പുവിൻ്റെ അവസ്ഥയാണ്. പപ്പുവിൻ്റെ അവസ്ഥയ്ക്കൊക്കെ ഒരു പരിധിയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അതെല്ലാം കടന്നിട്ടുള്ളൊരവസ്ഥയിൽ നിൽക്കുകയാണ് മമത എന്ന മമതാ ബാനർജി എന്നാണ് മലയാളികളായിട്ടുള്ള സംഖ്യകൾ അവരെ വിശേഷിപ്പിക്കുന്നത്. ജനാധിപത്യ രീതിയിൽ തോറ്റിട്ടും ഞാൻ തോറ്റിട്ടില്ല, എൻ്റെ പാർട്ടി തോറ്റിട്ടില്ല, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല, ഗവർണറെ കാണില്ല എന്ന് വാശി പിടിച്ച് നിൽക്കുകയാണ്. ഒരു മന്ത്രിസഭയ്ക്ക് 5 വർഷമാണ് കാലാവധി. ആ കാലാവധിയുടെ ദിവസം എന്ന് തീരുന്നോ അപ്പോൾ വരെ മാത്രമേ അവർക്ക് അധികാരമുണ്ടായിരിക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ടും അത് കഴിയുമ്പോൾ അവർ ആരുമല്ലാതാവും. ഇപ്പോൾ MLA പോലും അല്ലാത്ത സ്ഥിതിക്ക് അവർക്കൊരു പഞ്ചായത്ത് മെമ്പറുടെ അധികാരം പോലുമില്ല. അവർക്ക് പിന്നെ എങ്ങനെയാണ് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിൽ നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുക? അപ്പോൾ തലയ്ക്ക് ഓളമാണ്, വട്ടാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കോടതി പോയാലും മറ്റെവിടെ പോയാലും അവർക്ക് തിരിച്ചടിയായിരിക്കും എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. അവർ പറയുന്നത് എൻ്റെ എതിരാളി BJP അല്ല, എൻ്റെ എതിരാളി തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ഗുരുതരമാവുകയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോൾ BJPയുടെ മുഖ്യമന്ത്രി അവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു അപ്പോൾ മുതൽ ഇവരുടെ വട്ട് മൂത്ത് ബംഗാളിൽ തലങ്ങും വിലങ്ങും ഓടി നടന്ന് അവസാനം വല്ല കടുകയും കാണിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നേ പറയാനുള്ളൂ. അതാണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്.